സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കീർത്തി റോഷനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതാണെന്ന് പറഞ്ഞോ? പറഞ്ഞു. അങ്ങനെ പറയാൻ വഴിയില്ല. രാഹുൽ എന്നോടാണ് ഫോണിൽ സംസാരിച്ചത്, നിന്നോടല്ല. കീർത്തി സമ്മതം മൂളിക്കാണുമല്ലോ. ഇനി ഞങ്ങൾ കീർത്തിയുടെ വീട്ടിൽ പോയി റോഷന്റെയും കീർത്തിയുടെയും വിവാഹം ഉറപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അവൻ ഓക്കെ പറഞ്ഞു. കീർത്തി സമ്മതിച്ചു എന്നല്ലേ അതിനർത്ഥം? അതെ, എങ്കിൽ നമുക്കിപ്പൊ തന്നെ കീർത്തിയുടെ വീട്ടിലേക്ക് പോകാം. പോവാം. രാഹുൽ ഒന്ന് വന്നോട്ടെ. വീട്ടിൽ വന്നിട്ട് എല്ലാം സംസാരിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അവൻ വന്നതിന് ശേഷം പോവാം. ഇനി എന്തിനാണ് അവൻ വരുന്നവരെ കാത്തു നിൽക്കുന്നത്? ഇപ്പൊ തന്നെ പോവാം, വൈകിക്കണ്ട. അവനെയും കൂടെ കൂട്ടാവല്ലോ അച്ഛാ. അവൻ മുന്നിലുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ഉഷാറാ. അത് ശരിയാണ്. എങ്കിൽ രാഹുൽ വരട്ടെ, അവനെയും കൂട്ടി കീർത്തിയുടെ വീട്ടിലേക്ക് പോകാം. ഇതൊന്നും മറ്റാരും അറിയരുത് കേട്ടോ. എല്ലാം രഹസ്യമായി ഇരിക്കണം. അനുപമയോടും കൂടിയാ പറയുന്നത്. അനുജനെ തോളിലിരുത്തി കൊണ്ടുനടന്നവനാ താൻ. അവൻ നിന്നോട് തന്നെ ഇത് ചെയ്തല്ലോ. അനുജൻ അങ്ങനെ ഇനി പറയരുത്. എന്താ അവന് പറ്റിയത്? ഞാൻ അവനെ ഫോൺ ചെയ്ത് ഇവിടേക്ക് വരുത്തട്ടെ? അവനുമായിട്ടൊന്ന് സംസാരിച്ച്. എന്തിന് ഞാൻ അവനുമായിട്ട് സംസാരിക്കേണ്ട ആവശ്യം? ഒരു പെണ്ണിന് വേണ്ടി ഞാൻ അവന്റെ കാല് പിടിക്കണോ? പറയണം, യാചിച്ച് ഞാൻ അവന്റെ കാല് പിടിക്കണോ? രാഹുൽ കീർത്തിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഞാൻ ആഗ്രഹിച്ച പെണ്ണുമായി എന്റെ കൺമുന്നിൽ അവൻ ജീവിക്കും. എന്നെ വിട്ടിയാക്കിയിട്ട് പരിഹസിച്ചോണ്ട് പിന്നെ ഞാൻ എന്തിനാടാ ജീവിക്കുന്നേ? ആണിനെ പോലെ അവൻ പറയണായിരുന്നു, നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല, കീർത്തി എനിക്ക് ഇഷ്ടമാണെന്ന്. അവനത് പറഞ്ഞില്ല. ഏട്ടന് വേണ്ടി അവളോട് സംസാരിക്കാന്ന് പറഞ്ഞ് പോയിട്ട് അവൻ എന്നെ ചതിച്ചു. അവന്റെ സ്വപ്നം നടക്കില്ല. കീർത്തിയും രാഹുലും ഒന്നിച്ച് ജീവിക്കില്ല. ഞാൻ ആഗ്രഹിച്ചത് ഞാൻ നേടുക തന്നെ ചെയ്യും. കീർത്തി എന്താ വരാത്തത്? മുങ്ങിക്കാണോ? ഇനി രാഹുലിനോട് പറഞ്ഞു കാണില്ലേ? അവൾ അത്തരക്കാരിയല്ല, ആരെയും പറഞ്ഞു പറ്റിക്കില്ല. അതെനിക്കറിയാം. എന്നാലും തന്റെ ചേച്ചി വന്നല്ലോ. ടെൻഷനില്ല കല്യാണി. ചേച്ചി രാഹുൽ സാറിനെ കണ്ടില്ലേ? കണ്ടു. ഞാൻ നിന്റെ കാര്യം രാഹുലുമായിട്ട് സംസാരിച്ചു. ആദ്യമൊന്നും രാഹുലിനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നീ ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യം പറഞ്ഞപ്പോ രാഹുലിനത് വിഷമമായി. രാഹുലിന്റെ ജീവിതത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഒടുക്കം നിന്റെ മനസ്സിൽ രാഹുലിനോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് രാഹുലിന് മനസ്സിലായി. എന്നെ രാഹുൽ സാറിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു.
കല്യാണിയെ വിവാഹം കഴിക്കാമെന്ന് രാഹുൽ പറഞ്ഞോ? പറ ചേച്ചി, രാഹുൽ എന്തു പറഞ്ഞു? ഇഷ്ടമാണെന്ന് പറഞ്ഞ അതിലെല്ലാം പെട്ടില്ലേ? എന്റെ നിർബന്ധം, പിന്നെ നീ മരിക്കുമെന്നുള്ള പേടി. രാഹുലിന്റെ സമ്മതത്തിന് പിന്നിൽ ഈ 2 കാരണങ്ങൾ കൂടിയുണ്ട്. ഒരാള് പറഞ്ഞതുകൊണ്ട് മാത്രം മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയില്ലല്ലോ. അതെ, ഇവളുടെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോ രാഹുലിന് മനസ്സലിവുണ്ടായി. നിങ്ങൾ തമ്മിൽ ഒന്നിക്കും എന്ന് കരുതി എടുത്തു ചാടിയത് എല്ലാവരോടും പറയരുത്. രാഹുലിന്റെ വീട്ടിലൊക്കെ അറിഞ്ഞ ഇത് പ്രശ്നവും, പിന്നെ രാഹുൽ പിന്മാറാൻ കാരണവും. അതുകൊണ്ട് സൂക്ഷിച്ചിടപെടണം. എപ്പോഴും രാഹുലിനെ വിളിക്കാൻ കാണുക ഒന്നും ചെയ്യരുത്. ഒരു ശല്യമായിട്ട് അവന് തോന്നരുത്. സമയമാകുമ്പോ 2 പേരും തനിയെ ഒന്നിച്ചോളും. ഞാൻ അങ്ങനെ ചെയ്തോളാം. ഞങ്ങളുടെ കല്യാണം ചേച്ചി എന്നെ മുന്നിൽ നിന്ന് നടത്തി തരണം. ചേച്ചിക്ക് വിഷമായോ? വിഷമമുണ്ടാവും അല്ലേ? പ്രിയപ്പെട്ടവർക്കായി ചില നഷ്ടങ്ങൾ സഹിച്ചല്ലേ പറ്റൂ. ഇപ്പൊ മനസ്സിലായില്ലേ, രാഹുലല്ല നീയാണ് നിന്റെ ചേച്ചിക്ക് വലുതെന്ന്. ഇനി ഒരിക്കലും വിവേകമില്ലാത്ത പണിക്ക് നിൽക്കരുത്. രാഹുൽ സാർ എന്റെ ജീവിതത്തിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനു ഞാൻ ആത്മഹത്യ ചെയ്യണം? മനസ്സിന്റെയും മുറിവിന്റെയും ഒക്കെ നീറ്റല് മാറിയില്ലേ? ഇനി നല്ല കുട്ടിയായിട്ടിരിക്കണം. ആനി ഇവിടെ ഉണ്ടല്ലോ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് വരാം. ഞാനിവിടെ നിന്നോളാം. കീർത്തി പോയിട്ട് വാ. പോയിട്ട് വരാം. എന്താ രണ്ടുപേരും ഒരു ആംഗ്യഭാഷ? ഏയ് ഒന്നുമില്ല. കാര്യം നേടാനായി കല്യാണി കളിച്ച നാടകമാണോ ഇത്? എന്റെ മനസ്സ് മാറ്റാനുള്ള ഡ്രാമ? ഏയ് ഞാനങ്ങനെ ചെയ്യുമെന്ന് ചേച്ചിക്ക് തോന്നിയോ? ആർക്കായാലും സംശയം തോന്നും നിന്റെ കളി കണ്ട. ചേച്ചി ഒരു മണ്ടിയാ, ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അതുകൊണ്ട് പേടിക്കാനില്ല. എന്തായാലും എന്റെ നമ്പർ ഏറ്റു. രാഹുലുമായുള്ള വിവാഹം നടക്കുന്നത് വരെ ചേച്ചിയെ സ്നേഹിച്ച് കൂടെ നിർത്തണം. എനിക്ക് അത്രക്കിഷ്ടം.
കീർത്തി എന്തേ വരാത്തെ? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. അവള് ആ അനിയത്തെയും കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരിക്കും. എന്നാലും കുറച്ച് കൂടിപ്പോയി സരസ്വതി ഇത്. കീർത്തി, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആരെയാ നീ സ്വപ്നം കാണുന്നത്? പരിസരബോധമില്ലാതെ പോകുന്നുണ്ടല്ലോ. എനിക്ക് സ്വപ്നം കാണാൻ ഒരേ ഒരാള് മാത്രമല്ലേ ഉള്ളൂ മുത്തശ്ശി. ഓ, ഇത് കുറെ കാലായിട്ട് നീ പറയുന്നു. ആഹാ, ഇത് അതുപോലെയൊന്നും അല്ല എന്റെ പൊന്നമ്മേ. ഇല്ല. എന്താ ഇത്ര സന്തോഷിക്കാൻ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോ നീ അങ്ങ് വല്ലാത്ത ടെൻഷനിലായിരുന്നല്ലോ. അതെ, ഇപ്പൊ ഓക്കെ ആയി. രാഹുലിനെ വേണ്ട, ഇനി ആത്മഹത്യാ ശ്രമം നടത്തില്ലെന്ന് കല്യാണി പറഞ്ഞോ? ഏയ്, ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഒരാളെ കബളിപ്പിച്ചു, എന്റെ അനിയത്തെ. അത് കലക്കി. നീ എന്റെ പേരക്കുട്ടി തന്നെ. സന്തോഷായി മോളെ. ഞങ്ങള് പേടിച്ചിരിക്കായിരുന്നു. കല്യാണിക്ക് വേണ്ടി നീ രാഹുലിനെ ഉപേക്ഷിക്കുമെന്ന് കരുതി. അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ എനിക്കെന്റെ രാഹുലിനെ? രാഹുൽ ഇല്ലാതെ കീർത്തിക്ക് ജീവിക്കാൻ കഴിയും തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടതെന്തും മറ്റുള്ളവർ ചോദിച്ചാൽ നൽകാറുണ്ട് ഞാൻ. പക്ഷേ എന്റെ രാഹുൽ എനിക്കങ്ങനെ നൽകാൻ കഴിയില്ല. രാഹുൽ എന്നെയും. കല്യാണിയോട് എന്ത് പറഞ്ഞു നീ? തൽക്കാലം കള്ളം പറഞ്ഞു. അവളുടെ സ്നേഹം ഞാൻ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. തൽക്കാലത്തേക്കുള്ള സാന്ത്വനം, അത്രേ ഉള്ളൂ. എല്ലാം അറിയുമ്പോ അവളിനെ വീണ്ടും... കല്യാണിയുടെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഇല്ല. എന്റെ മനസ്സ് മാറ്റാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു അവളുടെ ആത്മഹത്യാ ശ്രമമെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ആ കാര്യം വിട്ടേക്ക്, വരുന്നിടത്ത് വെച്ച് കാണാം. എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് സരസ്വതി കലാവതിയെ ചെന്ന് കാണും. ഇന്ന് പോകാന്ന് തീരുമാനിച്ചതല്ലേ, വൈകിക്കണ്ട. ഇന്ന് തന്നെ പോണോ? ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പോരെ? എന്തിനാ ഇനിയും വൈകിക്കുന്നേ? ഞാനേ ഇപ്പൊ തന്നെ പോവും. രാഹുലിന്റെ വീട്ടുകാരെയൊക്കെ കണ്ട് നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിട്ടേ ഞാൻ വരും. മുത്തശ്ശി, ഇനി നീ ഒന്നും പറയണ്ട. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് അത് നടന്നു കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമല്ലോ. ദൈവത്തിന് നന്ദി. രാഹുലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇനി ഫോണിൽ തന്നെ ആയിരിക്കും ഫുൾ ടൈം അല്ലേ? ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് കല്യാണം നടത്തണം കേട്ടോ. ഉറപ്പായി നടത്തും. ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് ഡൽഹിയിലേക്കാക്കാം. വളരെ സന്തോഷം.
വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? മനസ്സിന്റെ നീറ്റലൊക്കെ മാറിയോ? മാറി. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. തനിക്ക് ഇന്ന് വീട്ടിൽ പോവാം. ഇനി വിവരക്കേട് കാണിക്കില്ലല്ലോ അല്ലേ? ഇനി ഇവൾ ആത്മഹത്യക്ക് ശ്രമിക്കില്ല ഡോക്ടർ. ഇവൾ ആഗ്രഹിച്ചവനെ ഇവക്ക് കിട്ടും. വളരെ സന്തോഷം. ഒരു 3 ദിവസം കഴിഞ്ഞ് വരണം. ഓക്കെ? താങ്ക് യു ഡോക്ടർ. ഇവിടുന്ന് ഇറങ്ങിയ നേരെ പോകുന്നത് രാഹുലിനെ കാണാനാണോ? ആലോചിക്കട്ടെ. നീ ചെന്ന് ബില്ല് അടച്ചിട്ട് വാ. ക്യാഷ് ഞാൻ തന്നോളാം. ഓ, ഞാൻ കറക്റ്റ് ആയിട്ട് വാങ്ങിക്കുകയും ചെയ്തോളാം. ഹലോ കല്യാണി, എങ്ങനെയുണ്ട് ഇപ്പോ? കുഴപ്പമില്ല, ഡിസ്ചാർജ് ആയി. പൂർണ്ണമായും സുഖമായതിനു ശേഷം വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു. ഡോക്ടറും അങ്ങനെയാ പറഞ്ഞത്. പക്ഷേ എനിക്കിവിടെ കിടക്കാൻ വയ്യ. വന്ന ഉടൻ രാഹുലിന്റെ വീട്ടിലേക്കൊന്നും പോണ്ട. ഞാൻ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ? മറന്നിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് രാഹുലിനെ കാണാതിരിക്കാൻ പറ്റുമോന്നറിയില്ല. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പോവും രാഹുലിനെ കാണാൻ. ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതിന് ശേഷം നീ രാഹുലിനെ കണ്ടാൽ മതി. ശരി, എന്റെ പൊന്നി ചേച്ചി പറയുന്നത് ഞാൻ അനുസരിച്ചേക്കാം. ഓക്കെ? ശരി, വീട്ടിൽ ചെന്ന് വിശ്രമിക്കുക. നമുക്ക് പിന്നെ കാണാം. ഓക്കെ? ഓക്കെ. എന്റെ മനസ്സിനെ കെട്ടിയിടാൻ എനിക്കാവോ കീർത്തി? ഞാൻ ചെന്ന് കാണും. ഞാനത് ചെയ്തു. എന്റെ അനുജനെ അല്ല, എന്റെ അമ്മാവന്റെ മകനെ രാഹുലിനെ അത് ചെയ്തു. അവൻ മരിക്കരുതെന്ന എന്റെ ആഗ്രഹം കിടക്കണം. കീർത്തിയെ ഒരിക്കലും വിവാഹം കഴിക്കാൻ അവന് കഴിയില്ല. കീർത്തി എന്റേതാവുന്നത് പോലും അറിയാതെ മോതോറ്റ് ജീവിതകാലം മൊത്തം അവൻ കിടക്കണം. ചതിക്കായിരുന്നില്ല അവൻ എന്നെ. ഈ ശിക്ഷ അവൻ ചോദിച്ചു വാങ്ങിയതാ.